മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ബജറ്റിന്റെ ഡസ്റ്റ് പയ്യെ ക്രമേണ സെറ്റിൽ ചെയ്യുന്ന സീനാണ് ഇനി അടുത്തയാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബജറ്റിന് വേണ്ടി നിർണ്ണയിക്കപ്പെട്ടിരുന്ന ധാരാളം ഹ്യൂജ് പൊസിഷൻസിൽ ഒരു അൺവൈൻഡിങ് ഉണ്ടായി. ഒപ്പം തന്നെ ബജറ്റിൽ ഹയർ സൂപ്പർ റിച്ചസിനെ ടാക്സ് ചെയ്യുന്ന കാര്യവും കമ്പനികൾക്ക് വിവിധ തരത്തിലുള്ള ടാക്സുകൾ വന്നതുമെല്ലാം പൊതുവെ പ്രതികൂലമായാണ് മാർക്കറ്റ് കണ്ടത്. എന്നാൽ ഈ ടാക്സിന്റെ കാര്യത്തിൽ പല നികുതി നിർദ്ദേശങ്ങളിലെയും ഒരു ക്ലാരിഫിക്കേഷൻ പിന്നീട് ധനമന്ത്രി ചിദംബരം നൽകുകയുണ്ടായി. അതിനെ തുടർന്ന് വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ചപ്പോഴേക്കും മാർക്കറ്റ് അല്പം മുന്നേറുകയും ഉണ്ടായി. ഏതായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് സിഇഒ എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, ഏതായാലും കഴിഞ്ഞ ആഴ്ച ഭുവനേന്ദ്രന്റെ പ്രവചനമാണ് ശരിയായത്. ഞാൻ തോറ്റുപോയി. മാർക്കറ്റിന് മുൻപ് ഒരു റാലി ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അത് വന്നില്ല. അപ്പോൾ ഇനി മാർക്കറ്റിന് ബജറ്റ് വന്നതിന് ശേഷമുള്ള റാലി അടുത്തയാഴ്ച കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും അടുത്ത ആഴ്ചത്തെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് വീക്ക് ഓവറോൾ ബഡ്ജറ്റ് അത്രത്തോളം നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം പക്ഷേ ഒരു ഗ്രോത്ത് ഓറിയന്റഡ് ബഡ്ജറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ട്രിഗേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള എന്താണ് അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അതേ സമയത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് വളരെ എഫക്റ്റീവാണ്. കാരണം ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രത്തോളം ഹയർ ലെവലിൽ നിൽക്കുന്നത്, കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് സ്പെൻഡിങ് കുറച്ച് നല്ല മെഷേഴ്സ് തന്നെയാണ്. പിന്നെ ടാക്സേഷൻ അതൊന്നും അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ STT കുറച്ച് പോസിറ്റീവ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച്. പക്ഷെ മാർക്കറ്റിനും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം അതിന് മുമ്പ് മാർക്കറ്റിൽ ആ കറക്ഷൻ സംഭവിച്ചുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ നിഫ്റ്റി 5700 ലെവലിലേക്ക് വന്നു. ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു ലെവലിൽ മാർക്കറ്റിന് ലഭിക്കണം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഫൈനൽ വേർഡായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഒന്ന് കുറച്ച് ജനകീയമാക്കണം ബഡ്ജറ്റ്. കാരണം ഇലക്ഷൻ വരാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതേസമയത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ ഗ്ലോബലി നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത് ചിദംബരത്തിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയുടെ റേറ്റിംഗ് കുറയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേറ്റിംഗ് കുറഞ്ഞ് ഇക്കണോമി തകരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിനെ സംബന്ധിച്ച് മോശം തന്നെയായിരിക്കും. അതുകൊണ്ട് റിഫോംസുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും. അതുപോലെ ഫോറിൻ ഫണ്ട് ആവശ്യമാണെന്ന് ചിദംബരം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കൊണ്ടുവരാനുള്ള മെഷേഴ്സ് അദ്ദേഹം അനൗൺസ് ചെയ്തില്ല ബഡ്ജറ്റിൽ. അതാണ് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് കുറച്ച് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്ത്. പക്ഷെ വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ടാക്സ് റെസിഡൻസി TRC കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ അതായിരുന്നു ബഡ്ജറ്റിൽ ഇമ്മീഡിയറ്റ് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത്. മൗറീഷ്യസ് ത്രൂ റൂട്ട് ചെയ്യുന്ന ഫണ്ടിനെ കുറിച്ച് ഡബിൾ ടാക്സേഷനെ കുറിച്ചുള്ള പക്ഷെ അതിന്റെ ക്ലാരിറ്റി ഫ്രൈഡേ വന്നു. അത് അത്ര ഒരു നെഗറ്റീവ് അല്ല. അതുപോലെ അങ്ങനെ വരുന്ന വിദേശ കമ്പനികൾ, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളൊന്നും പുറകെ നടന്ന് ചോദ്യം ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, അതുമല്ല സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി, ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി എന്നുള്ള ക്ലാരിഫിക്കേഷൻ വന്നു. പിന്നെ വ്യാഴാഴ്ച എക്സ്പയറി ആണ്. അപ്പൊ ഇതെല്ലാം കൂടിയാണ് അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ. ഒരു വലിയൊരു ബഡ്ജറ്റ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് ബജറ്റ് ദിവസമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടേൺ ഓവർ ഉണ്ടായത്. അതെ, അത് അത്രയും ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി. അതായിരിക്കാം. പിന്നെ നോർമലി വലിയൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യും ബഡ്ജറ്റിനെ സംബന്ധിച്ച്. വലിയ പ്രതീക്ഷകളും നെഗറ്റീവും പോസിറ്റീവുള്ള തോട്ട്സ് ഉണ്ടാകാം. അപ്പൊ അതൊക്കെ ഒരു പൊട്ടും പൊടിയും എല്ലാം അടുത്ത ആഴ്ചയോടുകൂടി ഓൾറെഡി സെറ്റിൽ ചെയ്തു എന്നാണ് എനിക്ക്. ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാണ്. ഇപ്പൊ വാല്യുവേഷൻ എല്ലാ സ്റ്റോക്കിലും നമ്മൾ പറഞ്ഞ രീതിയിൽ 20% കറക്ഷൻ നേരിട്ടു. ഇപ്പോൾ വാല്യുവേഷൻ ഒരു വാങ്ങാവുന്ന സമയമാണെന്ന് പറയാം. പ്രത്യേകിച്ചും ഇപ്പൊ നമ്മൾ സ്റ്റോക്കുകളിലൊക്കെ വലിയ ഷാർപ്പായുള്ള കറക്ഷൻ ഗroup സ്റ്റോക്കിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 100 പോയിന്റ്സ്. അത് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 2038 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട്സ് ഉണ്ട്. ഇപ്പൊ L&T എടുത്താലും യെസ് ബാങ്ക് എടുത്താലും ICICI ബാങ്ക് എടുത്താലും ആ സ്റ്റോക്ക് എല്ലാം ആ 20% മേജർ സപ്പോർട്ട് സോൺ ലഭിച്ച് ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ലെവലാണ്. പക്ഷെ വാല്യുവേഷൻ ചീപ്പർ വാല്യുവേഷനിലാണ് സ്റ്റോക്ക്. മിഡ് ക്യാപ്പിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. പക്ഷെ അതും വാല്യുവേഷൻ ഫെയർ ആണ്. അപ്പൊ ഇനി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത് ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതിന് തെരഞ്ഞെടുക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ 5200 നിന്നും 6100 നിഫ്റ്റി വന്നത് ബഡ്ജറ്റ് കൊണ്ടല്ല, അതിനിടയ്ക്ക് ഗവൺമെന്റ് എടുത്ത അനൗൺസ്മെന്റുകൾ തന്നെയാണ്. ഇനിയും നമ്മൾക്കത് പ്രതീക്ഷിക്കാം. അടുത്തൊരു വർഷം ഗവൺമെന്റിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു ഗവൺമെന്റ്, നല്ല പോളിസികൾ, അതുപോലെ ഫോറിൻ ഫണ്ട് അട്രാക്ട് ചെയ്യുക, എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി ഈ ഒരു വർഷം ഗവൺമെന്റിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ചിദംബരം വളരെ എഫക്റ്റീവായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിടയിൽ എല്ലാം തകർന്നു. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പിൽ വലിയ തകർച്ച ഉണ്ടായപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് കണ്ട ഒരു കാര്യം, ഇപ്പോൾ കോർ എഡ്യൂക്കേഷൻ ഏകദേശം 300 രൂപയിൽ നിന്നും 60 രൂപയിലേക്ക് താഴ്ന്നു. അതിനുശേഷം അവരുടെ ക്ലാരിഫിക്കേഷൻ പലതും വന്നു. ഓപ്റ്റോ സർക്യൂട്ട്, ആഞ്ജനേയ ലൈഫ് സയൻസസ്, പിപ്പവാവ്, അങ്ങനെ ഒരു പറ്റം ഓഹരികളിൽ സെലക്ട് ചെയ്ത് ഉടമസ്ഥർ പറയുന്നത് അവരായിട്ട് ഒരു പ്ലഡ്ജിങ് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും എടുത്തു വിറ്റിട്ടില്ല. പക്ഷേ
ഇത്തരം ഓഹരികൾ വാങ്ങിയതിനു ശേഷം ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിൽ പ്ലഡ്ജ് ചെയ്തവർക്ക് സെല്ലിംഗ് വന്നു എന്ന തരത്തിലാണ് പറയുന്നത്. ഇത്തരം ഓഹരികൾ പ്രത്യേകിച്ചും ഒന്ന് ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഇതിൽ നിന്നും വാങ്ങാൻ പറ്റിയ ഓഹരികൾ വല്ലതും ഉണ്ട്? ഇപ്പോൾ കോർ എഡ്യൂക്കേഷനൊക്കെ പൊതുവെ ഒരു മോശം ഓഹരിയായി തന്നെ പരിഗണിക്കപ്പെടുന്നതാണ്. മോശം ഓഹരിയാണ്, പക്ഷെ വാല്യുവേഷൻ ഇപ്പോൾ ഏത് ലെവലിൽ വളരെ ചീപ്പർ വാല്യുവേഷനിലാണ് പല സ്റ്റോക്കുകൾ. ഇപ്പോൾ ആ വാല്യുവേഷൻ ഇപ്പോൾ ഒപ്റ്റോ സർക്യൂട്ട് ക്ലാരിറ്റി വന്നിട്ടില്ല ഇപ്പോഴും. നമുക്കൊരു സ്ട്രോങ് ബോർഡ് ചേരുകയും റീസ്ട്രക്ചറിംഗ് ഉണ്ടായി, പക്ഷെ ഒരു ബുൾ മാർക്കറ്റ് ഒരു ഹയർ ഒരു മൂവിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ റിക്കവറി ഷാർപ്പ് തന്നെയായിരിക്കും. കാരണം സെല്ലിംഗ് പ്ലഡ്ജ് ചെയ്ത ഷെയർസ് പോയി മാനേജ്മെന്റ് ലെവലിലുണ്ടായ കുറച്ച് ഇഷ്യൂസ് തന്നെയാണ് ഈ സ്റ്റോക്കൊക്കെ ഇത്രയും ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള കാരണം. കുറച്ച് ഓപ്പറേറ്റേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു സൈഡ് മാത്രം ചിന്തിച്ചാൽ പോരാ. സ്റ്റോക്ക് ബൈ ചെയ്ത് സെല്ല് ചെയ്യുക എന്നുള്ള പോലെ തന്നെ സ്റ്റോക്ക് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സിസ്റ്റം നിലനിൽക്കുക. അവരാണ് അതിശക്തന്മാർ. ഈ മേടിച്ച് നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മേടിച്ച് സ്റ്റോക്ക് കാത്തിരിക്കുന്നതും അതിലും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് 100 രൂപയുടെ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് 60 രൂപയ്ക്ക് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവരും ശക്തമാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ്. കമ്പനിയുടെ പെർഫോമൻസിലുപരി ഇങ്ങനെയുള്ള മോശവും അറിഞ്ഞതും അറിയാത്തതും സംഭവിക്കാത്തതുമായിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ ഇതൊരു സാധാരണക്കാരൻ മനസ്സിലാക്കാൻ കമ്പനികൾ, പ്രത്യേകിച്ച് കോർ അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെങ്കിൽ ആഞ്ജനേയ, ഇത്തരം കമ്പനികളിലുള്ള ആ ഒരു ഇടിവ് അത് തീർന്നോ അതോ ഇനിയും അത് തുടരാനുള്ള സാധ്യത? ഇത് നമ്മൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇത് ചില ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അവരുടെ മനസ്സിലുള്ളത് ഒരിക്കലും നമ്മളിവിടെ ഇരുന്നിട്ട് അത് പോയി പ്രശ്നം തീർന്നു മേടിക്കാം എന്ന് പറയുന്നതിൽ കാര്യമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അവോയ്ഡ് ആണോ പറയുക അതോ നമുക്കത് ഇപ്പോൾ തൽക്കാലം അവോയ്ഡ് ആണ് പറയേണ്ടത്. പക്ഷെ വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷൻ ആണ്. ഒപ്റ്റോ സർക്യൂട്ടും ഇതൊക്കെ തന്നെ മേടിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു ചെറിയ 30-40% എക്സ്പോഷർ ഇപ്പോഴത്തെ രീതിയിൽ ആ സ്റ്റോക്കിൽ ഉള്ള പണം മുഴുവനും കൊണ്ടും വാങ്ങണ്ട. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ആ ബാലൻസ് ഫണ്ടിന്റെ 40-30-30 എന്നുള്ള റേഷ്യോ ആണ് എപ്പോഴും ചെയ്യാനും പാടും. അല്പസ്വല്പമൊക്കെ വാങ്ങി നോക്കാം, വേണമെങ്കിൽ ആവറേജ് ചെയ്യാൻ പാകത്തിന്. തീർച്ചയായിട്ടും അതെ, അങ്ങനെയാണ്. ആ 1-2 സ്റ്റേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ സ്റ്റോക്ക് ഇപ്പോൾ 5900 നിന്ന് നിഫ്റ്റി താഴേക്ക് വരുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം വരാനുള്ള പോസിബിലിറ്റിയെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇത് 5700 എത്തും എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റ് ഇല്ല. കാരണം ഒരാൾക്കും അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബഹളത്തിനിടയിൽ മുങ്ങിപ്പോയ 2 ഓഹരികളുണ്ട്. വലിയ തരത്തിലുള്ള ഡീല് നടത്തുകയും അതിന്റെ വാല്യുവേഷൻ അധികം താമസിയാതെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന യുണൈറ്റഡ് സ്പിരിറ്റ്സ് അല്ലെങ്കിൽ പഴയ മക്ഡവൽ. ഈ യുണൈറ്റഡ് സ്പിരിറ്റ്സ് കഴിഞ്ഞ ദിവസം ഏകദേശം 2000 രൂപയിലേക്ക് അടുത്ത് വരികയും എന്നാൽ മാർക്കറ്റ് തീരാറായപ്പോഴേക്കും ഒരല്പം കറക്റ്റ് ചെയ്തതാണ്. 45 രൂപയുടെ വർധന മാത്രം നിന്നാണ് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തത്. ഡിയാഗോ അത് ഏറ്റെടുത്ത കമ്പനി ഏകദേശം ഡിയാഗോയുടെ നിയന്ത്രണത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഈ ഡിയാഗോ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അതിന്റെ വാല്യുവേഷനും ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ യുണൈറ്റഡ് സ്പിരിറ്റ്സ് അഥവാ അല്ലെങ്കിൽ മക്ഡവലിന്റെ മുന്നേറ്റം വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 1. 2, ജെറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായല്ലോ. അപ്പോൾ ഇതിന്റെ ഈ 2 ഓഹരികൾ എങ്ങനെയാണ്? ഇതിനകത്ത് യുണൈറ്റഡ് സ്പിരിറ്റ് അഗൈൻ 2400 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ആ സ്റ്റോക്കിനുണ്ട്. അതിന് വരാനുള്ള സാധ്യതയാണ് കൂടുതലും. താമസിയാതെ വരും. ജെറ്റ് എയർവേസ് വീണ്ടും നമ്മൾ 460-450 നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തതാണ്. ആ ഒരു സമയത്ത് വീണ്ടും ഫ്ലക്ച്വേഷൻസ് വരാമെന്ന് പറഞ്ഞു. ആ രീതിയിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി വന്നു. അഗൈൻ ഞാൻ ഇപ്പോൾ പറയുന്നത് 600-620 എന്ന് പറയുന്ന ലെവലിൽ ഈ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. കാരണം അതിൽ ഇപ്പോൾ 535 ഇപ്പോഴും വാങ്ങാം. ഇപ്പോൾ സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 480-460, 480-520 ആണ് ഒരു മൂവിംഗ് ലെവൽ എന്ന് പറയുന്നത്. 460 നമ്മളൊരു മേജർ സപ്പോർട്ട് ലെവൽ ലാസ്റ്റ് എപ്പിസോഡ് പറഞ്ഞു. 450 വരെയാണ് വന്നത്. അതിനുശേഷം ഷാർപ്പായിട്ടുള്ള റിക്കവറി. ഒരു റിസ്ക് എടുത്ത് എന്തിനാണ് ഒരു ഇൻവെസ്റ്റേഴ്സ് വളരെ നല്ല സ്റ്റോക്കുകൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LNT പോലെയുള്ള സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്, യെസ് ബാങ്ക്, അങ്ങനെയുള്ള റിസ്ക് കുറഞ്ഞ ഓഹരികൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് റിട്ടേൺ കൂടുതൽ ഉണ്ടാകാം, അതേസമയത്ത് റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ ഒരു 20% എക്സ്പോഷർ വേണമെങ്കിൽ ഈ ജെറ്റ് എയർവേസിൽ എടുക്കാം. കാരണം ഇൻഡസ്ട്രി ഈ ലെവലിൽ വാങ്ങാം. തീർച്ചയായിട്ടും അതൊരു സ്ട്രോങ് ബൈ റെക്കമെൻഡേഷൻ. കാരണം ബിസിനസ് മോഡൽ നല്ലതാണ്. ഡിയാഗോയുടെ നല്ല മോഡൽ ബിസിനസ്, ഏറ്റവും വലിയ മധ്യ കമ്പനിയാണ്. ഇന്ത്യയിലാണെങ്കിലും കൺസംഷൻ വളരെ കൂടുതൽ ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ സെയിൽസ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു സെക്ടർ എപ്പോഴും വളരെയധികം പ്രോഫിറ്റബിലിറ്റി ഉള്ളതും ഒരു മാന്ദ്യവും ബാധിക്കാത്ത മേഖലയാണ് മദ്യപാന. ഇപ്പോഴത്തെ രീതിയിൽ നമുക്കൊരു ബൈ റെക്കമെൻഡേഷൻ കൊടുക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒരു 15-20% അപ്രിസിയേഷൻ ഉള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ താമസിയാതെ. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് പ്രദീപ് കുമാറിന്റെ സംശയം പരിശോധിക്കാം. മാർക്കറ്റ് 5700 ലെവലിലേക്ക് മാർക്കറ്റ് വാച്ചിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വന്നു, പ്രത്യേകിച്ച് നിഫ്റ്റി. അദ്ദേഹം വാങ്ങാൻ ചില ഓഹരികൾ പദ്ധതിയിട്ടിട്ടുണ്ട്. അത് ഏത് ലെവലിൽ വാങ്ങണമെന്നാണ് ചോദ്യം. ഒന്ന് കെയിൻ, താങ്കൾ മുൻപ് സൂചിപ്പിച്ച പോലെ 300 രൂപയിൽ താഴെ എത്തിയിരിക്കുന്നു, ഏകദേശം 290 ലെവലിലാണ് ഇപ്പോൾ. കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, ITC, L&T, ACC. എനിക്ക് തോന്നുന്നു അതിൽ ടാറ്റ മോട്ടോഴ്സ് ബജറ്റ് കൊണ്ട് ഒട്ടും പരിക്കേൽക്കാത്ത ഒരു ഓഹരിയായിരുന്നു അല്ലേ? അതെ അതെ. ടാറ്റ മോട്ടോഴ്സിലും വലിയ കറക്ഷൻ ഒന്നും സംഭവിച്ചില്ല. ഫ്രൈഡേ റിക്കവറി ഉണ്ടാവുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ മൂവ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു 270 വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ചാർട്ട് നോക്കിയാൽ 250, 230 വരും. അതുപോലെ 230 വരുമ്പോൾ നോക്കിയാൽ അഗൈൻ 200 വരാം. അപ്പോൾ ടെക്നിക്കൽ ചാർട്ട് നോക്കാതെ ഈ സ്റ്റോക്ക് എല്ലാം തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഈ ഒരു ലെവൽ പോലും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ബൈ അഡ്വൈസബിൾ ആണ്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കെയിനെ സംബന്ധിച്ച് 276, 254 ആണ്. പക്ഷേ ഈ 254 ഒരു ടെക്നിക്കൽ മേജർ സപ്പോർട്ടാണ്. ആ ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം. അതെ, അങ്ങനെ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ക്രാഷ് അല്ലെങ്കിൽ സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ വരാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു ലെവൽ മേടിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു ലെവൽ 280 നമ്മൾ ലാസ്റ്റ് എപ്പിസോഡാണെന്ന് തോന്നുന്നു പറഞ്ഞ 280 ലെവൽ വളരെ സേഫാണ്. അതുപോലെ ഈ കറണ്ട് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. വളരെ ഡീസന്റ് ആയിട്ടുള്ള കറക്ഷൻ സ്റ്റോക്കിൽ വന്നു. കെയിനെ സംബന്ധിച്ച് 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ കോട്ടക് മഹീന്ദ്ര ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ലൊരു ബാങ്കാണ്, നല്ല മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ വേൾഡ് ഓവർ ഇവരുടെ ബാങ്കിങ് മൂവ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു സേഫർ ലോങ് ടേം ബെറ്റ് തന്നെയാണ് കോട്ടക് ബാങ്ക് എന്ന് പറയുന്നത്. കോട്ടക് 630, 587 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ 587 വരാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ് കോട്ടക്കിനെ സംബന്ധിച്ച്. ഈ ഒരു കറണ്ട് ലെവൽ എനിക്ക് തോന്നുന്നൊരു എൻട്രി പോലും അഡ്വൈസബിൾ ആണ്. അതല്ലെങ്കിൽ 630 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. 698 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പക്ഷേ 698 എന്ന് പറയുന്നത് ഒരു മൈനർ റെസിസ്റ്റൻസ്. ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ട്രേഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ആ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ടാറ്റ മോട്ടോഴ്സ് 264, 237. ഈ 237 ഒന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഒരു ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിൽ ഈ കറണ്ട് ലെവൽ 290, 280 എന്ന് പറയുന്ന ലെവലാണ് ഒരു സേഫർ എൻട്രി ലെവലായിട്ട് എനിക്ക് തോന്നുന്നത്. അതല്ല പിന്നെ ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഈ പറയുന്ന 264 വരെ വരാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിന് താഴേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ സാധ്യതയുള്ളൂ. 340 തന്നെയാണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ITC ആണ്. ITCയിലും 268 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഈ സെക്കൻഡ് സപ്പോർട്ടിൽ ഇപ്പോഴത്തെ രീതിയിൽ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം 246 എന്ന് പറയുന്നത് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ തന്നെ വരാനുള്ള സാധ്യതയും കുറവാണ് ഇപ്പോഴത്തെ. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു റിക്കവറി വരാനാണ് അഗൈൻ ഒരു 100 മാക്സിമം ഒരു 100 പോയിന്റ്സിന്റെ കറക്ഷൻ വരാനേ സാധ്യതയുള്ളൂ. അവിടുന്ന് മാർക്കറ്റിൽ റിക്കവറി വരാം. അതല്ലെങ്കിൽ ഈ 700 ലെവലിൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ വരാം. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ചെറിയ രീതിയിലെങ്കിലും റിക്കവറി വരാനാണ് സാധ്യത. 338 ആണ് ITCയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ആണ്. ഈ ലാർസൺ ആൻഡ് ടൂബ്രോയും നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് 1360-70 ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്ന് ചെറിയ റിക്കവറി ലഭിച്ചു. ഇനി അടുത്ത ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 1218 ആണ്. ഒരു കാരണവശാലും ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സേഫർ എൻട്രി എന്ന് പറയുന്നത് 1350 ലെവലൊക്കെ തന്നെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അഡ്വൈസബിൾ. ഇതെല്ലാം ടെക്നിക്കലി നമ്മൾ ചാർട്ട് എടുക്കുമ്പോൾ വളരെ ലോവർ സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ വീണ്ടും ചാർട്ട് നോക്കുമ്പോൾ വീണ്ടും അടുത്ത സപ്പോർട്ട് ലെവൽ ലഭിക്കും. അപ്പൊ അങ്ങനെ വരാൻ പറ്റില്ല. അപ്പൊ ഒരിക്കലും അങ്ങനെ നമ്മൾ ടെക്നിക്കൽ മാത്രം നോക്കി മൂവ് ചെയ്യുന്നതിൽ കാര്യമില്ല. സാഹചര്യങ്ങളും മാറി. അപ്പൊ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഇപ്പോഴത്തെ വാല്യുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ബാലൻസ് ഫണ്ട് മുഴുവനും എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് മാറണം. പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം. ഈ സ്പെക്കുലേഷൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന സ്പെക്കുലേഷൻ നിർത്തി അവർ സ്റ്റോക്കിന്റെയും കമ്പനിയുടെയും പാർട്ടായി മാറിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോഴും ശരിക്കും DPയുടെ ഹോൾഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 1% മാത്രമേ കേരളത്തിലും ഇൻവെസ്റ്റേഴ്സ് ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ്. അതേസമയത്ത് ഞാൻ പറഞ്ഞില്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യും, വളരെ വിശ്വാസമാണ്. ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ മേടിക്കാൻ പറഞ്ഞ ആളുകൾക്ക് പേടിയാണ്. സിൻഡിക്കേറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, പക്ഷേ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഷെയർ മേടിക്കുന്ന പറഞ്ഞാൽ പേടിയാണ്.
അത് മലയാളികളുടെ ഒരു വലിയൊരു പ്രശ്നം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില കുറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ യൂണിറ്റെക്ക് 30 രൂപ എന്നാ ഇനി അങ്ങ് മേടിച്ചോളാം. 4500-5000 കോടി രൂപയുടെ കടത്തിന്റെ പുറത്താണ് യൂണിറ്റെക്ക് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ 30 രൂപയ്ക്ക് യൂണിറ്റെക്കിന്റെ കടമാണ് നമ്മൾ വാങ്ങുന്നത്. ഇപ്പൊ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ വേണം നമുക്ക് യൂണിറ്റെക്ക് വാങ്ങാം, പക്ഷെ ഒരു നിക്ഷേപം എന്നുള്ള രീതിയിൽ യൂണിറ്റെക്കിൽ അത്ര അഭികാമ്യമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം മലയാളികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് വളരെ ബുദ്ധിമാന്മാരായ മലയാളികളും ഉണ്ട്, നന്നായിട്ട് പണം ഉണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ദക്ഷിണേന്ത്യയിൽ തന്നെ ഇൻഫോസിസിൽ നിന്നും ഏറ്റവും അധികം ഇൻഫോസിസ് വാങ്ങി അന്ന് IPO-യുമായി വന്ന കാലഘട്ടത്തിൽ ഇൻഫോസിസ് വാങ്ങുകയും അതുമായി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച വ്യക്തിയെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ മലയാളികൾ, അത് കേരളത്തിലുള്ള ആൾ തന്നെയാണ്. ഇപ്പോഴും അയാൾ ഇൻഫോസിസിന്റെ ഒരു ബോണസ് കിട്ടിയ ഓഹരികളിൽ ഒരു അല്പം മാത്രമേ വിറ്റുള്ളൂ. വലിയൊരു വീടും എറണാകുളത്ത് പണിതിട്ടുമുണ്ട്. നേരിട്ടറിയാവുന്ന എനിക്കും അതുപോലെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ 94-ൽ ഒരു സ്കൂൾ ഹെഡ് മാഷാണ്. അന്ന് അദ്ദേഹം ഇൻഫോസിന്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം കോടിപതി ആയിട്ടുണ്ടാവും. കണ്ണൂർ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ ഹെഡ് മാഷാണ് അദ്ദേഹം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത അതാണ്. അദ്ദേഹം അതിന്റെ ഒരു പാർട്ടായി മാറി. മകളുടെ മാരേജ് പോലും ആ സ്റ്റോക്ക് സെല് ചെയ്തിട്ടാണ് അദ്ദേഹം നടത്തിയത്. കാരണം അതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഈ ഒരു ഡിസ്കഷനിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി ഈസ് ഇൻടാക്ട്. യാതൊരു തടസ്സങ്ങളും അതിന് ഉണ്ടാവില്ല. ബജറ്റിന് ഏകദേശം 10-8 മാർക്ക് ഏറ്റവും വലിയ സാമ്പത്തിക വിശാരദർ കൊടുത്തു കഴിഞ്ഞു. അത് ഇൻകം ടാക്സ് മേഖലയിലുള്ള ഷോം മുതൽ വ്യവസായ മേഖലയിൽ നിന്നുള്ള ആദി ഗോദ്രേജ് പോലും വളരെ മികച്ച ഒരു ബജറ്റായിട്ടാണ്. 10-8 മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. നല്ല 8 മാർക്ക് തന്നെ നമുക്ക് കൊടുക്കാം. രണ്ടാമത് ചിദംബരത്തിന് ഈ ലിമിറ്റേഷനിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രതിപക്ഷം പോലും അത്രത്തോളം ബഹളം വെച്ചിട്ട് എന്നുള്ളതിന്റെ പോസിറ്റീവാണ്. രണ്ടാമത് ഇനി അടുത്ത ചിദംബരം എന്താണ്, ഫോറിൻ ഫണ്ട് അട്രാക്ട് ചെയ്യാനുള്ള അനൗൺസ്മെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനുള്ള സ്പീഡിൽ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു വർഷത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നു. ഇന്ത്യയുടെ ഇമേജ് ഗ്ലോബലി അതുപോലെ തന്നെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ലെവലിലൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ഇന്നത്തെ ഒരു മാർക്കറ്റ് വാച്ചിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ട കാര്യം ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് ധനക്കമ്മി ഏതൊരു രാജ്യത്തിന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തെ ഏറ്റവും ശക്തമായി ബാധിക്കുന്ന കാര്യമാണ് ധനക്കമ്മി. അതിന്റെ കുറവ് ഉണ്ടാവണം. ധനക്കമ്മി ഇന്ത്യയെ സംബന്ധിച്ച് 5% മുകളിലായിരുന്നു. GDP കഴിഞ്ഞ ആഴ്ച CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ കൊണ്ടുവന്നത് 5% താഴെ പോയി. അപ്പോൾ ധനക്കമ്മി ഒരു വശത്ത് ഏകദേശം 5.5 ലക്ഷം കോടി രൂപയാണ്. വളർച്ചയും താഴെ നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മോശമായി സമ്പദ്ഘടനയ്ക്ക് വലിയ മുറിവുകളും ആഘാതങ്ങളും ഏൽപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇവിടുന്ന് ഈ ബജറ്റിന്റെ ഒരു രൂപരേഖ, ഒരു ബ്ലൂ പ്രിന്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ ഡിസംബറോടെ അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ തുടക്കത്തോടു കൂടി തന്നെ ഈ ധനക്കമ്മി 5% താഴെ വരുത്താനുള്ള എല്ലാവിധ പദ്ധതികളും പ്ലാൻ എക്സ്പെൻഡിച്ചർ മുതലായ കാര്യങ്ങൾ കുറയ്ക്കുകയും ടാക്സ് നെറ്റ് കൂട്ടുകയും ചെയ്തതോടുകൂടി കൂടുതൽ പണം സമ്പദ്ഘടനയിലേക്ക് വരും. അപ്പോൾ ധനക്കമ്മി കുറയും. ഒപ്പം തന്നെ പാരലലി വളർച്ച കൂട്ടാൻ വേണ്ടി വിദേശ നിക്ഷേപം ആകർഷിക്കാനായുള്ള പദ്ധതികൾ ചിദംബരം തുടരുകയും തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുകൊണ്ട് തീർച്ചയായും ഈ സാഹചര്യത്തിൽ വളരെ മികച്ച ഗ്രൂപ്പിലുള്ള, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പിലുള്ള സ്റ്റോക്കുകൾ വളരെയധികം താഴെ ലെവലുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങേണ്ട അവസരമാണ്. ബെയറിഷ് മൂഡ് എടുക്കേണ്ട ആവശ്യമില്ല എന്നത് വളരെ ക്ലിയർ ആണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.